എന്തും ചെയ്യാൻ മടി കാണിക്കില്ല ബി ജെ പി. കാരണം എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒന്നെങ്കിൽ ഒരു സീറ്റ് പിടിക്കണം. അവരുടെ പ്രതീക്ഷയുള്ള സീറ്റുകൾ രണ്ടെണ്ണമാണ്. അതിലൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവുമാണ്. വലിയ രീതിയിൽ അവിടെ പണം എറിഞ്ഞ് കളിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്, വലിയ പ്രൊമോഷൻ പരിപാടി നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടുള്ള തൃശ്ശൂരും തിരുവനന്തപുരവും എങ്ങനെയെങ്കിലും പിടിക്കണം. നോക്കൂ, തൃശ്ശൂരിൽ നിന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രതാപൻ നടത്തിയിട്ടുള്ളത്. 28,000 വ്യാജ വോട്ടുകൾ. 28,000 വ്യാജ വോട്ടുകൾ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലും കൈയും പിടിക്കുന്ന ബി ജെ പി അവര് നാറിയ പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രതാപൻ വ്യക്തമാക്കുന്നുള്ളൂ. നോക്കൂ, പ്രതാപൻ പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഉണ്ട്, അത് കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. വിവരത്തിൽ ഞങ്ങൾക്ക് ഏകദേശം 28,000-ഓളം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക വിവരം. ഇതിൽ ഉച്ചയ്ക്ക് കലക്ടർക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ഇന്നലെ ഇവിടെ തന്നത്. 28,000-ഓളം വ്യാജ വോട്ടുകൾ ചേർത്തിയിരിക്കുന്നു. അവർ പലരും മറ്റു പല മണ്ഡലങ്ങളിൽ ഇപ്പൊ തന്നിട്ടുള്ള കടലാസ് സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ജീവനക്കാരുടെ വോട്ട്, ആലത്തൂർ മണ്ഡലത്തിലെ പല സ്ഥലത്തുമുള്ള ബി ജെ പിയുടെ പ്രവർത്തകന്മാരുടെ വോട്ട്, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് അടക്കം പണം കൊടുത്ത് ഇതിൽ ചേർത്തിയിട്ടുണ്ട്. അല്ല, ഇത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇത് നാളെയോ മറ്റന്നാളിലേക്കോ പോകേണ്ട കാര്യമല്ല. ഇന്ന് ആ പണി കളക്ടർ എടുക്കേണ്ട പരിപാടിയാണ്. കാരണം ഈ പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തണം. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പേരുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കണം. കാരണം ഇപ്പൊ പലയിടങ്ങളിൽ സംഭവിക്കാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ടുള്ള, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയ ചില ആളുകൾ ഉണ്ടാകുന്നത്, അവർക്ക് രണ്ടിടത്ത് വോട്ട് വരുന്ന ചില അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ വോട്ട് ചെയ്യും, വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്യും. ഇത് സത്യം പറഞ്ഞ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ഇപ്പൊ പറയുന്നത് ജീവനക്കാരുടെ, സുരേഷ് ഗോപിയുടെ ജീവനക്കാരുടെ അടക്കം വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വ്യാജമായിട്ട് ചേർക്കുന്നു എന്നുള്ള വലിയ 28,000 വോട്ട് ഇതുപോലെ ചേർത്തിട്ടുണ്ട് എങ്കിൽ അത് അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കാരണം 28,000 വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാൻ പാടില്ല, അത് തടയേണ്ടതുണ്ട്. അപ്പൊ കളക്ടർ എത്രയും പെട്ടെന്ന് ഈ വിഷയം അന്വേഷിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ല ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ റിപ്പോർട്ട് എടുത്ത് പ്രതാപനും സംഘവും തന്നു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, അടുത്ത പറയുന്നത് കേൾക്കാം. വളരെ ഗുരുതരമാണ് ഈ ജില്ലയിലെ കള്ളവോട്ട്. ഞങ്ങളുടെ പാർട്ടി BL AMR ബൂത്ത് ലെവൽ ഏജന്റുമാർ അവർ കൃത്യമായി നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത്. ഇതില് BL Oമാർ മഹാഭൂരിപക്ഷവും CPM അനുഭാവികളാണ്, അവരുടെ സംഘടനക്കാരാ. ആ BL Oമാരായ CPM അനുഭാവികളായ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇതിന് കൂട്ടുനിന്ന ജീവനക്കാരെ അടിയന്തരമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ഇതെല്ലാം BJP വോട്ടുകളാണ്. അതാണ് BL Oമാരായ ഇടതുപക്ഷക്കാരെ സ്വാധീനിച്ച് ഈ വോട്ട് ചേർത്തിയതിൽ നേരത്തെ പറഞ്ഞ അന്തർധാരയുടെ ഒരു പാർട്ടാണ്, പാർട്ട് ഓഫ് ദി അണ്ടർ കറൻസ്. CPM നോ, ഞങ്ങളാണ്. ഞങ്ങളുടെ BLO കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾ BLനെ കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് ഇവിടുത്തെ ഒരു കൗൺസിലർ, പേര് വെളിപ്പെടുത്തുന്നില്ല, ഇവിടുത്തെ ഒരു ED ചോദ്യം ചെയ്യപ്പെട്ട ഒരു കൗൺസിലർ അവിടെ വന്ന് രണ്ടാമത്, കാരണം ഈ BLO LDF ഒറ്റ മിനിറ്റ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാം ന്യായം വേണം, എല്ലാം നീതി വേണമെന്നൊക്കെ പറഞ്ഞ് വാദോരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? നോക്കൂ, ഇങ്ങനെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ, ഇതെന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ സത്യവും വന്നു, ജയിച്ചു കഴിഞ്ഞാൽ കോടതി പോകും. സ്വാഭാവികമായിട്ടും നിങ്ങൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ, ജയിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ചതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജയിക്കാം. കാരണം കള്ളവോട്ടുകൾ ജയിപ്പിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
28,000-ഓളം വരുന്ന ഇങ്ങനെയുള്ള കള്ളവോട്ടുകൾ നിങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപിക്ക് തെളിവ് സഹിതം കോൺഗ്രസും ഇടതുപക്ഷവും വ്യക്തമാക്കുമ്പോൾ ന്യായത്തിനും നീതിക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വീരവാദം മുഴക്കുന്ന സുരേഷ് ഗോപിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 28,000 വോട്ട് വേണ്ട, അത് ഒഴിവാക്കിക്കോ എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇത് ചേർത്തിരിക്കുക, എങ്ങനെയെങ്കിലും പിടിക്കണം, പിടിച്ചേ പറ്റൂ. CPM ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ BLA പറഞ്ഞു. CPM-കാരായ BLO ആണ് ഈ വ്യാജ വോട്ട് ചേർക്കുകയും ഈ ഒരുമിച്ചുള്ള സ്ലിപ്പ് അവിടെ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നത് ഈ BLO ആണ്. CPM ഞങ്ങൾ ആ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു കൗൺസിലർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ BLOനെ വിളിപ്പിച്ചു. ആ കൗൺസിലറുടെ വീട്ടിലേക്ക് BLOനെ വിളിപ്പിച്ചു. മനസ്സിലായില്ലേ BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ രഹസ്യം? അല്ലെങ്കിൽ ഈ BLOനെ നടപടിയെടുക്കണമെന്നല്ലേ പറയാ? ചെയ്തില്ല. കലക്ടറോട് പറഞ്ഞില്ല, BLOനെ നടപടിയെടുക്കാൻ പറഞ്ഞില്ല. BLOനെ CPM നേതാവിന് വീട്ടിലേക്ക് വിളിപ്പിച്ചു, CPM-കാരനായതുകൊണ്ട്. അവിടെ അന്തർധാരയുടെ ഇതിന്റെ ഫാക്ട്, നമ്മൾ ഇതിലേക്ക് ഫാക്ട് പോകേണ്ടത് ഇടതുപക്ഷം മറ്റുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല. നമ്മൾ ഇതിലേക്ക് പോകേണ്ടത് എങ്ങനെ ഈ വ്യാജ വോട്ട് വന്നു എന്നുള്ളതാണ്. 28,000-ഓളം വോട്ടുകൾ എങ്ങനെ കയറി, അതിലെന്ത് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. കാരണം ഇപ്പം അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പിടിക്കാം. ഇത് കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞാലും ലീഗ് ചെയ്തു കഴിഞ്ഞാലും CPM ചെയ്തു കഴിഞ്ഞാലും തെറ്റന്നെയാണ്. കാരണം ഇതൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ്. ജനാധിപത്യ ബോധത്തോടു കൂടിയിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ കബളിപ്പിക്കുകയാണ്. കാരണം ഒരേ വ്യക്തിക്ക് 2-3 വോട്ട് ഒരേ സമയം ഇടാൻ പല ബൂത്തുകളിൽ സാധിക്കുന്നത് എങ്ങനെയെന്നുള്ള അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ. ഇത് ശ്രദ്ധാക്കുറവ് മാത്രമല്ല, ഇത് കൃത്യമായിട്ടുള്ള ഒരു അട്ടിമറി നീക്കവും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പഠിക്കണം. ഇപ്പൊ കളക്ടർക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ കളക്ടർ എന്ത് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് പരസ്യമാക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം അത് ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സമയമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കേരളം എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കുക, കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു MP ഉണ്ടാക്കുക. നോക്കൂ, ഇപ്പൊ നരേന്ദ്രമോദി യോഗി എന്താ സംസാരിച്ചുകൊണ്ടുള്ളത്? നരേന്ദ്രമോദി യോഗിയുടെയും 3 മാസം മുൻപുള്ള സംസാരങ്ങളും അതിന് മുമ്പൊക്കെ ഉണ്ടതല്ല, ഈ 3 മാസം മുമ്പുള്ള സംസാരങ്ങളും ഇപ്പൊ 3 മാസത്തിന് ശേഷമുള്ള സംസാരം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. മുസ്ലിം 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 ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. കാരണം പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓടുന്നു. കാരണം ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇവരുടെ വ്യാജ വീഡിയോകൾ, വ്യാജ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഇവരുടെ ഒരു വലിയ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് ഒരുപാട് വ്യാജ പ്രൊഫസർമാരുമുണ്ട്. കാര്യങ്ങളെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ടീം ഇവർക്കുണ്ട്. അതിൻ്റെ വലിയൊരു ഷെയറിങ്ങും മറ്റുള്ള പരിപാടിയൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ധ്രുവ്രാട്ടിയുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ അത് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ ഗൗരവമായിട്ട് ഇത് കാര്യം മനസ്സിലാക്കുക, ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുമ്പിലില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.